നമ്മുടെ റെസിപ്പി 3 സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റും അതിന് കോമ്പിനേഷനായി 3 ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോണത്. ഫസ്റ്റത്തെ റെസിപ്പി ചെറുപയർ വെച്ചിട്ടാണ്. അതിനുവേണ്ടി 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പിലും കുറവ് ഇഡ്ലി അരിയാണ് എടുത്തേക്കുന്നത്. ഇഡ്ലി അരിക്ക് പകരം പച്ചരി ഉപയോഗിക്കാം കേട്ടോ. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ലി അരിയിലാണ് കൂടുതൽ ഉണ്ടാവുക. പച്ചരിയിൽ ടേസ്റ്റിന് ഇത്തിരി കുറവുണ്ടാവും. ഇഡ്ലി അരി ഉണ്ടെങ്കിൽ അതന്നെ എടുത്തോളൂ. 1/4 ടീസ്പൂൺ ഉലുവ. ഇത് മൂന്നും കൂടി ഒരുമിച്ച് 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം. എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, നമ്മൾ കുതിർത്തി വെച്ചേക്കണ ചെറുപയറിന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരയ്ക്കുക. ഒരുപാട് ലൂസ് ആവരുത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് അരയ്ക്കുക. അവസാനം ഞാൻ മാവിൻ്റെ പാകം കാണിച്ചു തരാം. എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി കുതിർത്തി വെച്ചേക്കണ ചെറുപയറും അരിയും കൂടി ഇട്ട് കൊടുക്കാം. അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി. ഇത് നല്ല ഫൈനായിട്ടല്ല, കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ചേർക്കാം. ഈ ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് മാവിൻ്റെ പാകം. ഇഡ്ലി മാവിൻ്റെ അത്ര കട്ടിയും പാടില്ല, എന്നാൽ ദോശമാവിൻ്റെ അത്ര ലൂസും പാടില്ല. രണ്ടിൻ്റെയും നടുക്ക് ഉണ്ടാവണം. ഇത്ര തിക്നെസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ ദോശ ഒഴിക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടുള്ളൂ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡയിലേക്ക് നമ്മൾ കുറച്ച് മാവ് എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കണില്ല. അത് കാരണമാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ, അതിലും കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുപയർ ചേർത്ത് അരച്ച കാരണം ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കരുത്. അപ്പം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇതിന് നമുക്ക് ഒരു ചട്നി റെഡിയാക്കാം. അതുവരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ചട്നി റെഡിയാക്കാനായിട്ട് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് നല്ലോണം കളർ മാറി കിട്ടണം. ഉഴുന്ന് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പുളി ഉഴുന്നും നല്ലോണം മാറ്റിയെടുത്തു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് ഇനി എണ്ണയൊന്നും ചേർക്കേണ്ട കേട്ടോ. 1 സവോള ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, ഇത് വെളുത്തുള്ളി. അത് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി, കളറൊന്നും മാറണ്ട. സവോള സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയിട്ട് ചേർക്കാം. അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, കളറൊന്നും മാറണ്ട. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം ഉഴുന്നും പുളി ഇട്ട് കൊടുക്കാം. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ജാറ് കഴുകിയ വെള്ളം ചേർക്കാം. ഇനി നമുക്ക് ഈ ചട്നിക്ക് ഒരു വറവ് റെഡിയാക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 2 ചുവന്ന മുളകും കുറച്ച് വേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ദോശ ഒരു ഭാഗം റെഡിയായി, നമുക്ക് മറിച്ചിടാം. നല്ല മൊരുന്ന് ഇട്ടുവിട്ടാൽ ഇങ്ങനെ കനം കുറച്ച് നമ്മൾ പരത്തി കഴിയുമ്പോൾ ഈ ഭാഗം ഒന്ന് റെഡിയാവട്ടെ. അപ്പം അടിഭാഗം റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് റെഡിയാക്കാം. 3/4 കപ്പ് ഇഡ്ലി അരി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് തോരപ്പരിപ്പ്, 1/4 കപ്പിലും കുറവ് വേണം ഉഴുന്നെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവ. ഈ 5 സാധനം ഒരുമിച്ച് വെള്ളത്തിലിടണം. 2 മണിക്കൂറേ വെള്ളത്തിലിടാൻ പാടുള്ളൂ. നമ്മൾ എടുത്തേക്കണ അരി 4 മണിക്കൂർ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ആ പരിപ്പൊക്കെ വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 ചുവന്ന മുളകും കൂടി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം.
അരി 4 മണിക്കൂറും പരിപ്പ് 2 മണിക്കൂറും കുതിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അരയ്ക്കാനായിട്ട് ഈ പരിപ്പ് കുതിർത്തിയ വെള്ളം തന്നെ ചേർത്ത് അരയ്ക്കാം. 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മൾ കുതിർത്തി വെച്ചേക്കണ മുളക്, ഇതെല്ലാം കൂടി ഫസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പരിപ്പ് കുതിർത്തിയ കുറച്ച് വെള്ളം ചേർത്ത് അരി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ടല്ല, കുറച്ച് തരിതരിയോടുകൂടി അരച്ചെടുക്കാം. അരി കുറേശ്ശെ തരിതരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഈ പരിപ്പിൻ്റെ വെള്ളം തന്നെ ഒഴിക്കാം. ഇതും അരച്ചെടുക്കുക. തരിതരിയോടുകൂടി തന്നെ അരച്ചെടുക്കുക. അരച്ച മാവ് ബൗളിലേക്ക് ചേർക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം മാവിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 1 മണിക്കൂർ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പരിപ്പൊക്കെ ചേർത്താണ് ഇപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശയ്ക്ക് ആ പരിപ്പിൻ്റെ ആ ഒരു സ്മെല്ല് വരും, ടേസ്റ്റും വരും, പച്ച ഒരു സ്വാദ് വരും. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റും ആ സ്മെല്ലും ഒന്നും വരില്ല കേട്ടോ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2-3 സാധനം ആഡ് ചെയ്യാണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത്, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 10-15 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചത്, എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്യാം. ഭയങ്കര തിക്കായിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മാവ് ഒരുപാട് ലൂസാവരുത്. ഈ സമയത്ത് ഉപ്പും നോക്കിക്കോളൂ കറക്റ്റാണോ എന്ന്. ഈ അടദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ 7-8 വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള എടുത്ത് നീളനെ മുറിച്ചതാണ്, ചെറിയ കഷ്ണം പുളി, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്. എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളും. സവാള കളറൊന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റായി മാത്രം കിട്ടിയാൽ മതി. സവാള സോഫ്റ്റ് ആയതും ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഒന്ന് വാട്ടിയെടുക്കാം. മല്ലിയില വാടിയതും ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ചട്നി തണുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തു. അതിലേക്ക് കടുക്, കറിവേപ്പില, ചുവന്ന മുളക് വറുത്തിടുന്നുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തു. ചട്നി റെഡിയായി. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. നമുക്ക് എത്ര വലിപ്പത്തിൽ വേണോ അതനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. അല്ലാണ്ട് കട്ടിയാവാണ്ട് പരത്തിയാൽ മതി കേട്ടോ. ഒന്ന് റെഡി ആവുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ ദോശയ്ക്ക് കുറച്ച് കൂടുതൽ എണ്ണ ചേർക്കണം കേട്ടോ, എന്നാലേ നല്ലോണം മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഒരു ഭാഗം ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ദോശയുടെ അടിഭാഗം റെഡിയായി ഉണ്ടാവും. അപ്പം നമ്മുടെ അടദോശ റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി നോക്കണം. ഇനി നമുക്ക് അടുത്ത ദോശ റെഡിയാക്കാം. അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കാനായിട്ട് 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വലിയ തരിതരിയുള്ള റവയാണെങ്കിൽ ഒന്ന് മിക്സി ജാറിലിട്ട് പൊടിച്ചോളോട്ടെ. 1/4 കപ്പ് ഗോതമ്പ് മാവ്, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതൊക്കെ ഒന്ന് ഫസ്റ്റ് മിക്സ് ചെയ്യാം. 1 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ. പച്ചമുളക് അതനുസരിച്ച് എടുത്തോളോട്ട. കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത്, മല്ലിയില, 1 സവാള. എല്ലാം മിക്സ് ചെയ്യാം. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പുളിയുള്ള തൈര്, അതും ചേർത്ത് കൊടുക്കാം. ഈ
തൈരിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ മാവ് നല്ല കട്ടിയിൽ കിട്ടണം, നമുക്ക് ഒട്ടും ലൂസാവാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് തൈര് ചേർത്ത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് കയ്യിൽ കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുത്തു. തൈര് ചേർത്തിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. റവ ചേർത്ത് കാരണം ഈ മാവ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ റെസിപ്പിക്കുള്ള ഒരു ചട്നി റെഡിയാക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കുക. എണ്ണ ചൂടാവുമ്പോൾ 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം. 2 ചുവന്ന മുളക് കീറിയിടാം. 1 സവാള ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം പുളി, ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സവാള നല്ലോണം സോഫ്റ്റായി. ഈ സമയത്ത് നമുക്ക് 2 തക്കാളി ചേർക്കാം. ചെറിയ തക്കാളി ആയാലും 2 തക്കാളി എടുത്തേക്കണം, വലുതാണെങ്കിൽ 1 മതിയിട്ടാ. തക്കാളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കണം. ചട്നിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം പൊട്ടുകടല ചേർക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാണ്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാണ്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മാറ്റി വെച്ചിട്ട് ദോശ റെഡിയാക്കാം. നമ്മളിത് റൊട്ടി പോലെ പരത്തിയെടുത്താണ് ചെയ്യാൻ പോണേ. അതിന് വേണ്ടി ഞാൻ ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്താലും മതി. ഈ ഇലയുടെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. മാവും നല്ല സോഫ്റ്റായിട്ടുണ്ട്. നമ്മൾ റവ ചേർക്കണ കാരണം ഒരു 10 മിനിറ്റ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എന്തോരോ റൊട്ടിക്ക് പരത്തണം അതനുസരിച്ച് വലിപ്പത്തിൽ മാവ് എടുക്കുക. ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൈ ഒന്ന് നനച്ച് പരത്തിയാൽ മതിയിട്ട്. അപ്പോൾ കനം കുറച്ച് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ 1 പരത്തിയെടുത്തു. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കാം. ദോശക്കല്ലിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ടാ. ഇത് വെച്ച് അപ്പം തന്നെ ഇല എടുക്കരുത്. 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ ഇല തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം എടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൂട്ടാ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചോളാം. അതുപോലെ ഇലയിൽ എണ്ണ തേച്ചാൽ മാത്രമേ നമുക്ക് ഇലയിലായാലും ബട്ടർ പേപ്പറിലായാലും എണ്ണ തേച്ചിട്ട് വേണം പരത്താനായിട്ട്. എന്നാലേ ഇത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇല എടുക്കാം. ഇനി നമുക്ക് 2 ഭാഗം നല്ലോണം വേവിച്ചെടുക്കാം. കുറേശ്ശെ വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മതി, വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇപ്പോൾ 1 ഭാഗം റെഡി ആയിട്ട് നമുക്ക് മറിച്ചിട്ടു. ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്യാം. ഇനി അടിഭാഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ 1 റെഡിയായി. നമുക്ക് ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. 3 സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.